എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് വീട്ടിലെ വോട്ടിംഗ് പോരാട്ടം ഓരോ മണിക്കൂറിലും ഒരു പുതിയ കഥയാണ് പറയുന്നത്. ഇന്നത്തെ രാവിലെ 11 മണിവരെയുള്ള ഹോട്ട്സ്റ്റാർ ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ഇതുവരെയുള്ള മത്സരാർത്ഥികളുടെ കളികൾ പ്രേക്ഷകരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. അതിലിപ്പോൾ ഒറ്റയാൾ പോരാളിയായ ഷാനവാസ് തന്റെ നിലപാടുകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി 56,384 വോട്ടുകളുമായി ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഷാനവാസിന്റെ ഈ മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ ഒരു അപ്രതീക്ഷിത അട്ടിമറിയാണ്. അതേസമയം ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന അനുമോൾ 55,191 വോട്ടുകളുമായി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അടുക്കളയിലെ സ്ലാബിൽ കയറിയുള്ള അനുമോളുടെ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്കിടയിൽ വോട്ട് ഇടിവുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പലരും അനുവിന്റെ പ്രകടനത്തെ ഓവർ ആക്ടിംഗ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അടുത്തതായി റെന 50,426 വോട്ടുകളുമായി 3ാം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണ്. കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ അയൽക്കൂട്ടക്കാരി എന്ന വിശേഷണമുണ്ടെങ്കിലും റെന വോട്ടുകൾ നേടുന്നുണ്ട്. എന്നാൽ ഷാനവാസുമായുള്ള തർക്കത്തിൽ പ്രതികരിക്കാൻ ഭയന്ന അപ്പാനി ശരത് 44,953 വോട്ടുകളുമായി 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ അക്ബർ 46,182 വോട്ടുകൾ നേടി 4ാം സ്ഥാനത്തെത്തി. ഇവിടെ നമുക്ക് അപ്പാനി കേറി വരുന്നതായി കാണാം. ഇനി വോട്ടിംഗ് ലിസ്റ്റിൽ താഴെയുണ്ടായിരുന്ന ശൈത്യ 41,577 വോട്ടുകൾ നേടി കൊടൂര വിഷം എന്ന സോഷ്യൽ മീഡിയ വിശേഷണങ്ങൾക്കിടയിലും വൻ മുന്നേറ്റം നടത്തി 6ാം സ്ഥാനത്തെത്തി. എന്നാൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മാറ്റം താഴെത്തട്ടിലാണ്. കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റുകളിൽ താഴെയുണ്ടായിരുന്ന ഷാരിക 39,478 വോട്ടുകളുമായി 7ാം സ്ഥാനത്തേക്ക് മുന്നേറിയപ്പോൾ ഒനിയിൽ 36,629 വോട്ടുകളുമായും സരിക 34,395 വോട്ടുകളുമായും 8ഉം 9ഉം സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് അവസാനിക്കാൻ ഇനിയും 2 ദിവസം കൂടെ ബാക്കിയുണ്ടെങ്കിലും ഈ മാറ്റങ്ങൾ വരും മണിക്കൂറുകളിൽ ആരാകും സുരക്ഷിതമാകുക, ആരാണ് പുറത്താകുക എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ഈ ലിസ്റ്റിൽ എവിടെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.